എനിക്ക് തോന്നിയിട്ടുള്ളത് അവിടെ എത്തിപ്പെടുന്നൊരു അവസ്ഥയുണ്ടല്ലോ. ആദ്യമായി മരുഭൂമിയിൽ എത്തിപ്പെട്ടു. അവിടെ സ്റ്റക്കാണ് എന്ന് മനസ്സിലാകുന്നൊരു ഒരവസ്ഥയുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജ് എനിക്ക് തോന്നുന്നു ഒരു ഡിനയലിൻ്റെ ആയിരിക്കും. അല്ല ഇതൊരു ദിസ് ഇസ് എ മിസ്റ്റേക്ക്, ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതല്ല ഇത് ഞാൻ നാളെയോ മറ്റന്നാളോ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ പോകണം. അവർക്ക് അവർ ചെയ്ത തെറ്റ് തിരിച്ചറിയുമ്പോൾ എന്നെ അവർ തിരിച്ചുകൊണ്ട് ഞാൻ ശരിക്കും എത്തേണ്ട സ്ഥലത്ത് എത്തിക്കും എന്നുള്ളൊരു ആ ഒരു ഡിനയലിൻ്റെ ഫേസ് ഉണ്ടല്ലോ. ആ ഫേസ് ഉണ്ട്. നിങ്ങൾ ഈ സിനിമയിൽ ഈ മരുഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ഇയാളെ കാണുന്നത് വിൽ ബി ദ ഫേസ് ഓഫ് ഡിനയൽ. അപ്പോൾ അവിടെ ഈ പെർഫോമൻസും കാര്യങ്ങളും എല്ലാം അതുപോലെയാണ്. അത് കഴിഞ്ഞ് ഈ സിനിമയിൽ നിങ്ങൾ പിന്നീട് ഇയാളെ കാണുമ്പോൾ ഒരു ഫേസ് ഓഫ് ആങ്കറാണ്. എനിക്കെന്തുകൊണ്ട് സംഭവിച്ചു, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞാനിങ്ങനെ എത്തിപ്പെട്ടത്, എല്ലാത്തിനോടും ദേഷ്യം, ചുറ്റുപാടുകളോടും അയാളോട് തന്നെ ദേഷ്യം, ദൈവത്തിനോട് ദേഷ്യം. ദാറ്റ്സ് എ ഫേസ് ഓഫ് ആങ്കർ. അപ്പോൾ പിന്നീട് നിങ്ങൾ കാണുന്ന അയാളെ ഈ ഒരു ഫേസ് ഓഫ് ആങ്കറിലാണ്. അപ്പോൾ അവിടെ പെർഫോമൻസും എല്ലാം അങ്ങനെയാണ് മീറ്റർ ഇരിക്കുന്നത്. ആൻഡ് ദെൻ നിങ്ങൾ 3 വർഷങ്ങൾക്ക് ശേഷം ഇയാളെ പിന്നീടൊരു വേറൊരു ഫേസിലാണ് കാണുന്നത്. അവിടെ നൗ ഹീസ് കം ടു ടേംസ്. ഇതാണ് ഞാൻ ജീവിച്ച് തീർക്കേണ്ട ജീവിതം, ഇതാണ്. അതൊരു കമ്മിങ് ടു ടേംസ് വിത്ത് യുവർ സർക്കംസ്റ്റാൻസസ് എന്ന് പറയുന്നത്. ആൻഡ് അതൊരു ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ളൊരു ഫേസ് ആണ്. കാരണം വെൻ യു സീ ഹിം ദർ, ഹീസ് ഓൾമോസ്റ്റ് ഒരു മനുഷ്യൻ എന്നുള്ളതിൽ നിന്നൊക്കെ കുറച്ച് വിട്ട് ഒരു മൃഗങ്ങൾക്കിടയിൽ ഒരാളായി മാറിക്കഴിഞ്ഞു. അപ്പോൾ 3 വർഷക്കാലം ഹീസ് നോട്ട് എക്സസൈസിങ് ഹിസ് ലാംഗ്വേജ്. അപ്പോൾ ഒരു സെൻറ്റൻസ് ബ്രേക്ക് ചെയ്യാതെ ഫോം ചെയ്യാനൊക്കെ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അയാൾക്ക്. അയാളുടെ ബോഡി ലാംഗ്വേജ് മാറിയിട്ടുണ്ട്, അയാളുടെ ഗേറ്റ് മാറിയിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ അയാളുടെ മനസ്സിൽ ഇനി ഇത് എത്ര കാലം തന്നെ നീണ്ടു നിന്നാലും ഞാനത് ജീവിക്കുക തന്നെ ഉള്ളൂ. ഇനി ഇതിനപ്പുറം രക്ഷപ്പെടലാണെങ്കിലും സാൽവേഷൻ ആണെങ്കിലും മരണമാണെങ്കിലും ആ ഫേറ്റിനെ മീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് മുന്നിലുള്ള ഒരു ചോയ്സ് എന്നയാൾ തിരിച്ചറിഞ്ഞതിന് ശേഷമുള്ളൊരു ഫേസ് ഉണ്ട്. ആ ഫേസിൽ പെർഫോമൻസും എല്ലാം അങ്ങനെയാണ്. ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട്. ആത്മഹത്യ ചെയ്താലോ എന്ന ചിന്തകൾ ഉണ്ട്, അതിന് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, തിരിച്ചറിവുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നജീബിക്കയോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. അദ്ദേഹം മരിച്ചാലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ഏതോ ഒരു ശക്തി അദ്ദേഹത്തെ ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് അദ്ദേഹം അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിച്ചതുകൊണ്ട്, അങ്ങനൊരു ജീവിതം ജീവിച്ച് ഈ സർക്കംസ്റ്റാൻസസിലൂടെ കടന്നു വരാൻ സാധിച്ചതുകൊണ്ട് എന്തൊരു ഇൻസ്പയറിംഗ് ആയ ഒരു കഥയാണെന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്തൊരു ഇൻസ്പയറിംഗ് ആയ ഒരു ജീവിതമാണ് നമുക്കൊന്ന് കിട്ടിയിരിക്കുന്നത്. ഇതൊരു മറ്റൊരു രാജ്യത്തിൽ പോയി പെട്ടുപോകുന്നവർക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒരുപാട് യൂണിവേഴ്സൽ ലൈഫ് ലെസൺസ് ഉണ്ട് നജീബിക്കയുടെ ജീവിതത്തിൽ. അപ്പോൾ അതൊരു വലിയ പ്രിവിലേജാണ് എനിക്ക് ആ കഥാപാത്രം, ആ മനുഷ്യൻ്റെ ജീവിതം സിനിമയിൽ എത്തിക്കാൻ എന്നിലൂടെ സാധിക്കുന്നു എന്ന് പറയുന്നത് എനിക്കൊരു വലിയ പ്രിവിലേജാണ്.